ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 71 മുതൽക്ക് 74 വരെയുള്ള മന്ത്രങ്ങളാണിത്. ജ്വാലാ മാലിനികാക്ഷിപ്ത വന്യപ്രാകാരമധ്യക ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തിവിക്രമഹർഷിത നിത്യാ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത എന്നുള്ള മന്ത്രങ്ങൾ. ഈ വിഷങ്കൻ രഹസ്യമായിട്ട് ദേവിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജ്വാലാമാലിനിക ദേവി ഒരു അഗ്നിപ്രാകാരം ഉണ്ടാക്കി. അത് എത്രയോ യോജന വിസ്തീർണമുള്ളതായിരുന്നു. പിന്നെ ദേവി ഭണ്ഡാസുര സൈന്യത്തിനോട് ശക്തിസേനകൾ ചെയ്ത യുദ്ധത്തിൽ അതീവ സന്തുഷ്ടയായി. അവരെയൊക്കെ അവരുടെ വിക്രമത്തിൽ, അവരുടെ പരാക്രമത്തിൽ ദേവി വളരെ ഹർഷിതയായി. ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. പിന്നെ വിശുക്രൻ പുറകെ നിന്ന് ആക്രമിക്കാൻ നിന്നപ്പോൾ വളരെ വൈകിയ വേളയിലാണ് അത് അറിഞ്ഞത്. അപ്പോൾ ദേവിയുടെ കൂടെ 15 നിത്യാദേവികളുണ്ടായിരുന്നു. അവരെയൊക്കെ ദേവി ഈ വിശുക്രൻ്റെ കൂടെ വന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ അവരെ മുഴുവൻ, വിശുക്രൻ്റെ കൂടെ വന്ന എല്ലാ സേനകളെയും ഈ നിത്യാദേവികൾ നശിപ്പിച്ചു. അതിൽ ദേവി വളരെ സന്തുഷ്ടയായി. നിത്യാ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക. നിത്യാദേവികളുടെ പരാക്രമത്തെ കണ്ടതിൽ ദേവി വളരെ സന്തുഷ്ടയായി. പിന്നെ അത് കഴിഞ്ഞ് ഭണ്ഡപുത്രന്മാർ യുദ്ധത്തിന് വന്നു. അവരെല്ലാവരെയും ബാലാ ത്രിപുരസുന്ദരി ഹനിച്ചു. അങ്ങനെ ബാലാ ത്രിപുരസുന്ദരിയുടെ പരാക്രമത്തിൽ ദേവി വളരെ സന്തുഷ്ടയായി. വാത്സല്യത്തോടുകൂടി ദേവി അവരെ അനുഗ്രഹിച്ചു എന്നുള്ള ഭാഗങ്ങളാണ് പറയപ്പെട്ടത്. അതിനുശേഷം മഹാഗണേശൻ്റെ ഉദ്ഭവം, കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര. ദേവി നേരിട്ട് ഉണ്ടാക്കിയില്ല, കാമേശ്വരനെ നോക്കി. കാമേശ്വരൻ്റെ മന്ദഹാസത്തിൽ നിന്നും മഹാഗണപതി ഉണ്ടായി. മഹാഗണപതി ഈ വിഘ്നയന്ത്രങ്ങളെയൊക്കെ തകർത്തു. എന്നിട്ട് വിഷങ്കനുണ്ടാക്കിയ വലിയ ഒരു ഗജസേന, ഗജമുഖാസുരൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗജസേനയെ മുച്ചൂടും നശിപ്പിച്ചു. അങ്ങനെ ഗജമുഖാസുരൻ്റെ മസ്തകത്തിൽ കുറേ ഉയർന്ന ജാതി മുത്തുക്കളുണ്ടായിരുന്നു അത്രേ. ആ മുത്തുക്കളെ കൊണ്ട് കോർത്തിണക്കിയ ഒരു നല്ലൊരു ഹാരം മഹാഗണപതി ഉണ്ടാക്കി. അതിനെ ദേവിയെ അണിയിച്ചു. ദേവിക്ക് വളരെ സന്തോഷമായി. അത് മഹാഗണപതിയുടെ വാത്സല്യത്തിൻ്റെ പ്രതീകമായിട്ട് ദേവി എപ്പോഴും അണിഞ്ഞിരിക്കുന്നു. മഹാഗണപതിയെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ഏത് പൂജയിലും ഏത് കാര്യത്തിലും പ്രഥമ വന്ദ്യനായിട്ടും പ്രഥമ പൂജ്യനായിട്ടും മഹാഗണപതി ഉണ്ടായിരിക്കുമെന്ന് ആശീർവദിക്കുകയും ചെയ്തു. ആ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടത്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ട് ഭണ്ഡാസുരൻ മന്ത്രാലോചന കൂടി ആലോചിച്ചു. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഇത്രയും ഭണ്ഡപുത്രന്മാരും ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ മരിച്ചു. ഇനിയിപ്പോൾ വലിയ സൈന്യത്തോട് തന്നെ, പൂർണ്ണമായ സന്നാഹത്തോടു കൂടി തന്നെ പോകണം എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു. വിശുക്രൻ, വിഷങ്കൻ ഈ രണ്ടുപേരും കൂടി തന്നെ ഒരുമിച്ച് യുദ്ധത്തിന് പോകണം. ആയിരക്കണക്കിനുള്ള അക്ഷൗഹിണി സേനകളോട് കൂടി പോകണം. അതുപോലെ ഈ ഭണ്ഡാസുരൻ്റെ അനിയത്തിയാണ് ധൂമിനി എന്ന് പറയുന്ന രാക്ഷസി. അവരുടെ മകൻ ഉലൂഖജിത്ത് എന്നാണ്. ഉലൂഖമെന്ന് വെച്ചാൽ മൂങ്ങ എന്നാണ്. രാത്രി മൂങ്ങയ്ക്ക് നല്ലോണം കണ്ണ് കാണും. അതിനെയും വെല്ലുന്ന ദൃഷ്ടിയുള്ളവൻ എന്നാണ് അയാളുടെ പേരിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ രാത്രിയിലാത്ര അയാൾക്ക് ഏറ്റവും നന്നായിട്ട് കണ്ണ് കാണുക. അയാൾക്ക് അതുമാത്രമല്ല പല വരദാനങ്ങളും ഉണ്ട്. അയാളുടെ കൂടെ ഈ വിശുക്ര വിഷങ്കന്മാർ ലളിതാംബികയുടെ ശക്തിസേനയോടുകൂടി യുദ്ധത്തിന് ഒരുമ്പെട്ടു. അങ്ങനെ ഘോരമായ
യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഈ ഉലൂഖജിത്ത് എന്ന് പറയുന്ന അസുരൻ ദർശാസ്ത്രം എന്നുള്ള ഒരു അസ്ത്രപ്രയോഗം ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞ ഉടനെ ഈ ദേവിയുടെ സേനയിലുള്ള എല്ലാവർക്കും തന്നെ ചുട്ടുപൊള്ളലും അതികഠിനമായ ദാഹവും വെള്ളദാഹവും ഉണ്ടായി. അവർക്ക് നിയന്ത്രിക്കാനാവാണ്ടായി. അവർ പലരും കുഴഞ്ഞു വീണു, പലരും ബോധം കെട്ടു. പിന്നീട് യുദ്ധത്തിൽ തോൽക്കുമെന്നുള്ള മട്ടിലായി. അങ്ങനെ ഈ ഒരു സ്ഥിതി കണ്ടപ്പോൾ കിരിചക്രത്തിലുള്ള മന്ത്രിണി ദേവി അശ്വാരൂഢിയെ വിളിച്ചു. ഇങ്ങനെ പോയാൽ നമ്മൾ യുദ്ധത്തിൽ പരാജയം നേരിടും നമുക്ക്, അതുകൊണ്ട് എന്തെങ്കിലും പ്രതിവിധി ചെയ്തേ പറ്റുള്ളൂ എന്ന് മന്ത്രിണി ആലോചിച്ചപ്പോൾ ദണ്ഡനാഥ പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, ഇതിനുള്ള പ്രതിവിധി എൻ്റെ അടുത്തുണ്ട്. ഈ ദണ്ഡനാഥയുടെ രഥത്തിൽ തന്നെ മദിരാ സിന്ധു എന്ന് പറയുന്ന ഒരു അസ്ത്രം ഉണ്ടത്രേ. ആ പ്രയോഗം കൊണ്ട് അവിടെ സർവത്ര ഭൂമിയെ പിളർന്നുകൊണ്ട് ഈ ഊറ്റുപോലെ, ഫൗണ്ടൻസ് നമ്മൾ കാണുന്നത് പോലെ മദിര പാനങ്ങൾ ധാരാളം ഉണ്ടായത്രേ. അത് മറ്റുള്ളവർ അസുര സൈന്യം ഇങ്ങോട്ട് കടക്കാത്ത രീതിയിൽ അവിടെ കൂടുതൽ ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഫൗണ്ടൻസായിട്ടും പല വിചിത്ര വർണ്ണങ്ങളുള്ളവയായിരുന്നു അത്രേ. വിചിത്രമായ രുചികൾ, മധുരം, പുളിപ്പ്, കയപ്പ് എന്നൊക്കെയുള്ള പല രുചികളുള്ള മദിരാപാനങ്ങൾ പുറത്ത് ചാടിയത്രേ. അപ്പോൾ ദേവിയുടെ ശക്തിസേനയിൽ ഇങ്ങനെ മദ്യപാനം പോലത്തെ ഒരു ലഹരി വസ്തു ഇങ്ങനെ ഉണ്ടായി എന്നാണ് ലളിതോപാഖ്യാനം പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.